ഇന്നലെ വൈകിട്ട് ഇവിടുത്തെ സമയം വൈകിട്ടായപ്പോൾ ട്രൂ സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു. അതിങ്ങനെയാണ്: സുപ്രീം ലീഡർ ഒരു ഈസി ടാർഗറ്റ് ആണെന്നും വി ആർ നോട്ട് കില്ലിംഗ് ഹിം അറ്റ്ലീസ്റ്റ് ഫോർ നൗ. അതായത് ഇപ്പത്തേക്ക് തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു ഈസി ടാർഗറ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ജഗത്, ഡൊണാൾഡ് ട്രംപ് ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ഇടപെടാത്തത്? എസ്പെഷ്യലി ജെറുസലേമിലെ US എംബസിയൊക്കെ ആക്രമിക്കുന്ന ഒരു ഘട്ടം എത്തിയിട്ട് പോലും എന്താണ് അമേരിക്ക വാറിലേക്ക് ഇടപെടുന്നു? ട്രംപ്, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ട്രംപ് ഒരു പൊളിറ്റീഷ്യൻ അല്ല. ഹീസ് എ ബിസിനസ്മാൻ ടേൺഡ് പൊളിറ്റീഷ്യൻ ആണ്. സാധാരണ ആൾക്കാരൊക്കെ പൊളിറ്റിക്സ് വന്ന ശേഷം അത് പൊളിറ്റിക്സ് ബിസിനസ് ആക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം ഇപ്പോഴും ബിസിനസ്മാൻ ആണ്, എപ്പോഴും ബിസിനസ്മാൻ ആയിരിക്കും. പൊളിറ്റീഷ്യൻ എന്നുള്ള റോള് പുള്ളിയുടെ ഒരു ആക്സിലറി റോള് മാത്രമാണ്. പുള്ളിക്ക് അതൊരു ജസ്റ്റ് ഒരു ഡ്രസ്സ് പോലെ ഉള്ളൂ. പക്ഷെ ബൈ ഹിസ് നേച്ചർ ഈസ് എ ബിസിനസ്മാൻ. ട്രംപ് എന്ത് ആക്ടിവിറ്റി, എന്ത് വേർഡ് പറഞ്ഞാലും അതിനൊക്കെ ഒരു ബിസിനസ് ആംഗിൾ ഉണ്ടെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്താണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വെൻ ട്രേഡ് സ്റ്റോപ്സ് വാർ ബിഗിൻസ് എന്നാണ്. അപ്പം എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്തായിരിക്കാം ട്രംപ് ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാത്തത്. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പൊ അദ്ദേഹം നേരത്തെ ട്വീറ്റ് ചെയ്ത കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെ ഒരു വൈകുന്നേരം ഇവിടുത്തെ ഒരു കാലത്തെ ഒരു 10 മണി 11 മണിയൊക്കെ ആ സമയത്താണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്ന ലാസ്റ്റ് ട്വീറ്റ് അനുസരിച്ച്, അതായത് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ട്വീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഖൊമേനി അല്ലെങ്കിൽ ഇറാനിന്റെ അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തോടാണ് അത് പറഞ്ഞിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആരുടെയും പേരൊന്നും എടുത്ത് ആ ട്വീറ്റിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷെ അതിന് തൊട്ട് മുന്നേ ചെയ്ത ഒരു ട്വീറ്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, വി നോ എക്സാക്ട്ലി വെയർ ദ സോ കോൾഡ് സുപ്രീം ലീഡർ ഈസ് ഹൈഡിങ്. ഹി ഈസ് ആൻ ഈസി ടാർഗറ്റ് ബട്ട് ഈസ് സേഫ് ദർ. വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഹിം ഔട്ട്. പിന്നെ അതിനകത്ത് ബ്രാക്കറ്റ് കിൽ എന്ന് വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നോട്ട് ഫോർ നൗ. But we don't want missiles shot at civilians or American soldiers. Our patience is wearing thin. Thank you for your attention to this matter. അതൊരു ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കണം, വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഹിം ഔട്ട് എന്ന് വെച്ചിട്ട് അതിന് ബ്രാക്കറ്റിൽ കില്ല് വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നോട്ട് ഫോർ നൗ. അതിനർത്ഥം ഇപ്പോൾ അയാളെ കൊല്ലാൻ, അതിൽ ടേക്ക് ഹിം ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം. അത് അദ്ദേഹം ഒന്നുകൂടെ അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞു, ടേക്ക് ഹിം ഔട്ട് എന്നും പറഞ്ഞു, കില്ലെന്നും പറഞ്ഞു. അപ്പൊ അതിനർത്ഥം ഇപ്പം ഈ സോകോൾഡ് സുപ്രീം ലീഡറിനെ കാലിയാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥ കഴിക്കാൻ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ചെയ്യത്തില്ല. പക്ഷേ അത് ചെയ്തുകൂടായികയില്ല എന്നുള്ളൊരു സൂചനയാണ് അവിടെ നൽകുന്നത്.